മലയാള പത്രങ്ങളുടെ വീരനായകനായ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലിരുന്ന് കുറുക്കനെ പോലെ കൂവുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. കുറുക്കനെ പോലെ തന്നെയാണ് കൂവുന്നത്. കൂവുക മാത്രമല്ല, തൻ്റെ കൂടെയുള്ള മറ്റ് കോൺഗ്രസ് എം പിമാരോട് കൂവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു പക്ഷേ നമ്മുടെ കേരള നിയമസഭയിൽ എം മണിയോ അല്ലെങ്കിൽ വി ശിവൻകുട്ടിയോ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കാണിച്ചു കൂട്ടിയത് എന്ന് ഓർക്കുക. 53 മറ്റോ വയസ്സുണ്ട്, 53 കഴിഞ്ഞിരിക്കുന്നു ആ മനുഷ്യൻ. ഇപ്പോഴും യുവാവാണ്, ചെറുപ്പക്കാരനാണ് എന്നാണ് ചില പത്രങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നത്. 53 വയസ്സെന്നത് രാഷ്ട്രീയത്തിൽ പക്വതയൊക്കെ ആവാനുള്ള പ്രായമായി എന്നേയായി. എന്നിട്ടും ഈ മനുഷ്യൻ കാണിക്കുന്നു നോക്കൂ. ഇനി മറ്റൊരു മാർക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 543-ലാണ് 99 കിട്ടിയിരിക്കുന്നത്. പക്ഷേ വിഡ്ഢിയായ ആ വിദ്യാർത്ഥി വിചാരിച്ചിരിക്കുന്നു തനിക്ക് 100-ലാണ് 99 കിട്ടിയെന്ന്. എത്ര വിഡ്ഢിത്തരമാണെന്ന് ഓർക്കുക. 18% പോലുമില്ല. 18% പോലുമില്ലാത്ത ഒരാളാണ് 543-ൽ 241 ഒറ്റയ്ക്ക് നേടിയ പാർട്ടിയോട് നിന്നിട്ട് പോയിട്ട് ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ 53 പേരുണ്ടെങ്കിൽ കൂവാൻ വേണ്ടി കുറച്ച് പേരെ കൂടെ കൂടുതൽ കിട്ടി എന്നതിനപ്പുറം എന്താണ് കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്ന രാഷ്ട്രീയം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും പാർലമെൻറ്റിൽ കണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റത്തെ അശ്ലീലമാണ് നമ്മൾ ഈ കണ്ട കാഴ്ച. രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി പാർലമെൻറ്റിലിരുന്ന് കൂവുന്നു, തൻ്റെ കൂടെയുള്ളവരെ കൂവാൻ പ്രേരിപ്പിക്കുന്നു. 24 മണിക്കൂറും ഭരണഘടനയും പൊക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയോട് ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടി വന്നു. ഇത്രത്തോളം ഉണ്ടെന്ന് കാണിക്കേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, ഇങ്ങനെ കാണിക്കാനേ അറിയൂ, അല്ലാതെ എത്ര പേജ് ഉണ്ടെന്ന് അറിയില്ല എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട് കാണില്ലായിരിക്കും, അതുകൊണ്ട് പാവം മറന്നുപോയതാണ്. ഈ വ്യക്തിയാണ് ഭാവിയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഈ മനുഷ്യന് 58 വയസ്സാവും എന്നോർക്കണം. അപ്പോഴും എങ്ങും എത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 543-ൽ 99 സീറ്റ് കിട്ടിയപ്പോൾ ഇതാണ് ഗതി. ഇവർക്കെങ്ങനെ 100 കഴിഞ്ഞായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇവർ പാർലമെൻറ്റിൽ ആരെങ്കിലും കൊണ്ട് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. പാർലമെൻറ്റിലെ ലോകസഭയിൽ കിടന്ന് ബഹളം വെച്ചവർ എന്തുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് വന്നപ്പോൾ അവിടെ മിണ്ടാതായി പോയത്? അവിടെ അംഗബലമില്ല അവർക്ക്. ഇവിടെ പോലും ലോകസഭയിൽ പോലും കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ കൂടാൻ ഇന്ത്യ മുന്നണിയിലെ മറ്റാരും ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധിക്കണം. നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ പിതൃശൂന്യതയാണ്. അതങ്ങനെ തന്നെ ഉപയോഗിക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിക്കുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. 1 മണിക്കൂറും 43 മിനിറ്റോളവും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിച്ചുവെങ്കിൽ അതിൽ പകുതി മുക്കാൽ ഭാഗവും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുകയുണ്ടായി. ഏറെയും അവർ അത് തന്നെയാണ് കാണിച്ചത്. എന്നാൽ ഏതാണ്ട് അത്രത്തോളം തന്നെ 90 മിനിറ്റോളം സംസാരിച്ച പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ അവർ കാണിച്ചത് വെറും 3 മിനിറ്റാണ്. അതിൽ തന്നെ അറിയാം അവരുടെ മാധ്യമപ്രവർത്തനം എങ്ങനെയാണെന്ന്. വൺ സൈഡാണ്. 99 സീറ്റ് കിട്ടിയ ഒരു പാർട്ടിയുടെ മന്ദബുദ്ധിയായ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യക്തി കാണിക്കുന്ന കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്തോ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ മറ്റുള്ള ആളുകളൊന്നും അരിയാഹാരം കഴിക്കുന്നവരല്ലേ എന്നാണോ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവർ കാണിക്കുന്നത് 3 മിനിറ്റാണ്. രാഹുൽ ഗാന്ധി കിടന്ന് ഗോഗോ വിളിക്കുന്നതും ഒച്ചത്തി കാറുന്നതും കൂവുന്നതും ഒക്കെ അവർ കിടന്ന് കാണിക്കുന്നു. എന്നിട്ട് അച്ചു നിരത്തുന്നു. രാഹുൽ ഗാന്ധി തീയാളി, ആഞ്ഞടിക്കുന്നു, മോദി വിറച്ചു, BJP വിറച്ചു എന്നൊക്കെ പറഞ്ഞു. തിരിച്ചുള്ള മറുപടിയിൽ വായിൽ അണ്ണാക്കിൽ പഴം കുടുങ്ങിണക്കിരിക്കുന്ന രാഹുൽ ഗാന്ധിയുണ്ട്, അതവർ കാണിക്കില്ല. എന്നിട്ട് ഇവിടെയുള്ള ഹിന്ദി അറിയാത്ത മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വാർത്തയ്ക്ക് 30,000 വെച്ചെന്തോ ആണത്രേ സോറസും ടീമും കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ പണി ചെയ്യുന്നത്. ഇവർക്ക് പറ്റിയ പണി ഇതൊന്നുമല്ല, ഇതാണ് അവർക്ക് പറ്റിയ പണി. വലിയ താമസമില്ലാതെ ആ രീതിയിലേക്ക് തന്നെ ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളൊക്കെ പോയേക്കും. കാരണം എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നും പറ്റിക്കാനാവില്ലല്ലോ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.